നമസ്കാരം. അപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ്, അത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അവസരം നഷ്ടപ്പെടുമോ, എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്, പ്രത്യേകിച്ച് അധ്യാപക സമൂഹം ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭാവിയുടെ അധ്യാപക വിദ്യാർത്ഥികളായിട്ടുള്ളവരൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് HSAയുടെ ഒക്കെ ഒരു നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പല ചാനലുകൾ പല രീതിയിൽ പറയുന്നു, പല പത്രക്കട്ടിങ്ങുകൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നു. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ നിർത്തണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ HSA ഫിസിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ തുടങ്ങുന്ന സമയത്തും ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, അതിൽ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ, അതിൽ ക്ലിയറായിട്ട് പറയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോ. പോയിന്റ് ബൈ പോയിന്റ് ആണ്, പക്ഷേ എങ്കിൽ പോലും ഓരോ പോയിന്റിനകത്തും ഹിഡൻ ആയിട്ട് കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചത് ഭാവിയുടെ ചേഞ്ചസിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളായിട്ട് തന്നെ. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വേണമല്ലോ, നല്ല കാര്യങ്ങളല്ലേ, നമുക്ക് ക്വാളിഫിക്കേഷൻ്റെയും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വേണം, അതിൽ തർക്കമൊന്നുമില്ല, സ്റ്റാൻഡേർഡ് വർദ്ധിക്കണം, ഇതൊക്കെ വേണം. പക്ഷെ അപ്പോൾ അവർ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ അവർ കാണാതെ പോയ ചില കാര്യങ്ങളൂടെ ഉണ്ട്. അത് നമുക്കിതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കറക്റ്റായിട്ട് വിലയിരുത്താൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വിലയിരുത്തലുകളും നിങ്ങളുടെ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങളും പറയണം, കമൻസിൽ പറയണം. ഇതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് ഡിസ്കഷൻ ആകും, മുമ്പോട്ട് ഡിസ്കഷൻ വേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യും, ഇതെങ്ങനെ ഗുണമാകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന, എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് തന്നെ പറയാം. ആ റിപ്പോർട്ടിൽ പ്രസക്ത ഭാഗങ്ങളൊക്കെ സ്ക്രീനിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഘട്ടം ഇവർ നിർണ്ണയിച്ചിരിക്കുന്നത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് പ്രൈമറി സ്കൂളിലേക്ക് വരുമ്പോൾ 1 മുതൽ 7 വരെ പ്രൈമറി സ്കൂൾ, ലോവർ പ്രൈമറി എന്നുള്ള രീതിയിൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾ, 7ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾ എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് തിരിക്കുകയാണ്. 4ാം ക്ലാസ് വരെ, 7ാം ക്ലാസ് വരെ. രസം എന്താ വെച്ചാൽ CBSE 1 തൊട്ട് 5 വരെയും 7 തൊട്ട് 8 വരെ അടുത്ത ഘട്ടം, അങ്ങനെയാണ് പോകുന്നത്. 9 തൊട്ട് 12 വരെ അടുത്തെന്നുള്ള രീതിയിലാണ്. ഇവിടെ ചെറിയ മാറ്റത്തിനകത്തുണ്ട്. പണ്ട് തൊട്ട് എങ്ങനെയാണ് കേരളത്തിൽ. സെക്കൻഡറി 8 തൊട്ട് 12 വരെ, ലോവർ സെക്കൻഡറി എന്നുള്ള രീതിയിൽ 10ാം ക്ലാസ് വരെ ഉള്ള സ്കൂളുകളിൽ ലോവർ സെക്കൻഡറി എന്നുള്ള രീതിയിൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളും. അപ്പോൾ ഇത് 8 തൊട്ട് 12 വരെ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്ന മെയിൻ ചേഞ്ച്. അതാണ് നമ്മളെല്ലാവരും കൺഫ്യൂസ് ചെയ്യിച്ചിരിക്കുന്നത്. ഇതാണ് സ്കൂൾ ഘടനയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെന്ന് വരും എന്നുള്ളതാണല്ലോ നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ ചോദ്യം. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഇവിടെ നോക്കൂ, പ്രൈമറി തലം, ഒന്നാമത്തെ അധ്യാപക യോഗ്യതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവിടെ ആദ്യം പറയുന്നത് പ്രൈമറി തലമാണ്. പ്രൈമറി തലത്തിൽ 1 മുതൽ 7 വരെ ബിരുദം അടിസ്ഥാന യോഗ്യതയാവണം. ഇതാണ് ഒന്നാമത് കിടക്കുന്ന ഐറ്റം. ബിരുദം അടിസ്ഥാന യോഗ്യതയാവും എവിടെ, 1 തൊട്ട് 7 വരെ. അപ്പോൾ ഇവിടെ ബിരുദ നിലവാരത്തിലുള്ള പ്രൊഫഷണൽ യോഗ്യത ആവശ്യമാണ്, അതായത് B.Ed പോലുള്ള ക്വാളിഫിക്കേഷൻസ് ആവശ്യമാണ് എന്ന് പറയാണ്. സെക്കൻഡറി തലത്തിൽ ബിരുദാനന്തര ബിരുദവും അടിസ്ഥാന യോഗ്യതയും പ്രൊഫഷണൽ യോഗ്യതയോ ബിരുദ നിലവാരത്തിലുള്ളതുമാവണം. അപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി ലെവൽ വരെയുള്ള യോഗ്യതകൾ ഇപ്പം പറയുന്നുണ്ടല്ലോ, അത് 8 തൊട്ടേ ആകും. സെക്കൻഡറി തലം തൊട്ട് ബിരുദാനന്തര ബിരുദ അടിസ്ഥാന യോഗ്യതയും പ്രൊഫഷണൽ യോഗ്യത ബിരുദ നിലവാരത്തിൽ, അതായത് B.Ed ആവണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. 1 മുതൽ 7 വരെ ഘട്ടത്തിൽ ബിരുദവും B.Edഉം അതിനുശേഷം PGയും B.Ed എന്നുള്ള രീതിയിൽ ആവണം എന്ന് ഇവർ മുമ്പോട്ട് വയ്ക്കുകയാണ്. അത് നാളെ ആവുന്നതല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ പലരും പേടിക്കുന്നുണ്ട്. എന്നാൽ അത്തരം ഒരു ശുപാർശ പ്രാബല്യത്തിൽ വരുത്തുന്ന ഘട്ടത്തിൽ നിലവിലുള്ള മാനദണ്ഡങ്ങളും സംസ്ഥാനത്തിൻ്റെ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളും പരിഗണിക്കേണ്ടത് ഉണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്നും കാണാതെ പോയ കുറേയേറെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പല കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഇത് പ്രാബല്യത്തിൽ വരുന്ന ഘട്ടത്തിൽ നിലവിലുള്ള NCTE മാനദണ്ഡങ്ങളും സംസ്ഥാനത്തിൻ്റെ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളും കണക്കാക്കണം എന്ന് പറയുന്നുണ്ട്. NCTE തന്നെ B.Edന്റെ സ്ട്രക്ചറൊക്കെ മാറ്റാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ വിശദമായിട്ട് പറയാം. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. ഇവിടെ NCTE 1 മുതൽ 5 വരെ ക്ലാസ്സുകളുടെ അധ്യാപക യോഗ്യതയായിട്ട് 12ാം ക്ലാസ്സും D.Edുമാണ് NCTE പറയുന്നത് അല്ലേ. നമുക്കറിയാം 1 മുതൽ 5 വരെ 12ാം ക്ലാസ്സും D.Edും ആണ് ഇപ്പോൾ പറയുന്നത്. കൂടെ ബിരുദ പദ്ധതിയുണ്ട്. 12ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള B.Ed കോഴ്സാണത്. കേരളത്തിൽ ധാരാളം ചെറുപ്പക്കാർ 12ാം ക്ലാസ് കഴിഞ്ഞ് D.Ed കോഴ്സിന് ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ഇങ്ങനെ കഴിഞ്ഞവർക്കും ഇപ്പോൾ പരിശീലനം നടത്തുന്നവർക്കും മുന്നിൽ ഇന്ന് നിലവിലുള്ള തൊഴിൽ സാധ്യത പെട്ടെന്നില്ലാതാകുന്നത് സാമൂഹികമായി ശരിയല്ല. ഒന്നുകൂടി നോക്കി കേട്ടോ, ഇന്ന് നിലവിലുള്ള തൊഴിൽ സാധ്യത പെട്ടെന്ന് ഇല്ലാതാവുന്നത് സാമൂഹികമായിട്ട് ശരിയല്ല. ഇത് ഏത് കേസിലാണ് പറഞ്ഞിരിക്കുന്നത്? 12ാം ക്ലാസ്സും D.Ed യോഗ്യതയുള്ളവർക്ക് LP UP ലെവലിൽ പഠിപ്പിക്കാമെന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ നിയമം. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ മാറ്റിയാൽ ഇപ്പം കോഴ്സ് കഴിഞ്ഞിട്ടിരിക്കുന്നവർക്കോട് ചെയ്യുന്ന അനീതിയാണെന്ന് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. അത് UPയുടെ വരെയുള്ള കാര്യത്തിലാണ്. ഞാൻ ഹൈസ്കൂളിലേക്ക് വരാം, ഇവർ കാണാതെ പോയ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ എന്തായാലും എന്നാൽ ഗുണമേന്മ വിദ്യാഭ്യാസത്തിന് അനിവാര്യമായ മുൻപാതിയെ അനന്തകാലത്തിലേക്ക് നീട്ടിവെക്കാനും കഴിയത്തില്ല. സാമൂഹികമായ സജ്ജരാക്കാനും ഇന്ന് ഇത്തരം പരിശീലനങ്ങൾ കഴിഞ്ഞവർക്ക് ബിരുദയോഗ്യത നേടാനുമുള്ള സമയം എന്ന നിലയിൽ
10 വർഷം നൽകാൻ സമിതി നിർദ്ദേശിക്കുന്നു. അപ്പം സമിതി ആദ്യം പറഞ്ഞ റിപ്പോർട്ട് 2018 കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ 2028 ജൂൺ ആരംഭിക്കുന്ന അക്കാദമി വർഷം മുതൽ ഈ രീതിയിൽ ഡിഗ്രി BEd ഒക്കെ ഒന്നുതൊട്ട് അങ്ങോട്ട് മൊത്തത്തിലുള്ളവർക്ക് യൂസ്ഫുൾ ആകണം, അല്ലെങ്കിൽ മൊത്തത്തിലുള്ളവരുടെ ക്വാളിഫിക്കേഷൻ ആവണം 2028 ജൂണിൽ നിന്നുള്ളതാണ് ആദ്യ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത്. നിങ്ങൾക്കറിയാം, കോർ കമ്മിറ്റിനെ വെച്ചുകൊണ്ട് പുതിയ ഈ റിപ്പോർട്ടിനെ ഒന്നുകൂടി പഠിക്കാനായിട്ട് സർക്കാർ നിയോഗിക്കുകയും ഈ അടുത്തിടയ്ക്ക്, ഞാനിപ്പോൾ സംസാരിക്കുന്നതിന് ഈ അടുത്തിടയ്ക്കൊക്കെ ആയിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. അതിൽ 2030 ജൂൺ 1 ആകുമ്പോൾ ഈ പറയുന്ന രീതിയിൽ മാറ്റണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഇത് UP യുടെ കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ NCTE നിലവിൽ നിർദ്ദേശിക്കുന്ന അധ്യാപക നിയമന യോഗ്യത മാനദണ്ഡങ്ങളാണ് നിലനിൽക്കുക. 10 വർഷം കഴിഞ്ഞാൽ ബിരുദ സ്കീമിലേക്ക് അധ്യാപക യോഗ്യത മാറ്റണം എന്ന കാര്യം NCTEയോട് കേരളം ആവശ്യപ്പെടണം. അതനുസരിച്ച് NCTE മാറ്റങ്ങൾ വരുത്തണമെന്ന് NCTEയോട് അഭ്യർത്ഥിക്കണം. അപ്പോൾ NCTE ഓൾറെഡി പല മാനദണ്ഡങ്ങൾ മാറ്റാനുള്ള ചർച്ചകൾ നടക്കണം. ഐറ്റപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ വരാൻ പോകണം കേട്ടോ, ഞാനതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇവിടെ എന്തായാലും 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ 10 കൊല്ലം കൊണ്ട് ഈ പരിപാടി മാറ്റിയെടുത്താൽ മതി എന്നുള്ളതാണ് കമ്മീഷൻ തന്നെ പറയുന്നത്. ഇനി പ്രീ സ്കൂളിൽ NCTE നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അധ്യാപക യോഗ്യത മതി എന്നുള്ളവർ പറയുന്നുണ്ട്. 6-7 ക്ലാസ്സുകൾ NCTE വിജ്ഞാപന പ്രകാരമുള്ള അധ്യാപക യോഗ്യത ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോൾ NCTE നിലവിൽ പറയുന്നത് എന്താണോ അത് തന്നെ ഈ 2 കാര്യങ്ങളിലും ഫോളോ ചെയ്താൽ മതി എന്നാണ് പ്രീ സ്കൂളിലും 6-7 ക്ലാസ്സുകളിലും. ഇതിന് നമുക്ക് ഞാൻ അവസാനത്ത് കാണിക്കുന്നുണ്ട്. TGT, PGT, അതുപോലെ PRT, ഇങ്ങനെ 3 ഇതായിട്ടാണ് ഈ CBSE സ്കൂളുകൾ അല്ലെങ്കിൽ നവോദയ, KV പോലുള്ള കേന്ദ്ര സർക്കാർ സ്കൂളുകളിലേക്കൊക്കെയുള്ള നിയമനം നടക്കുന്നത്. ഈ ഒരു രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് നടക്കാൻ പോകുന്ന മാറ്റം. അത് അത്രയും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ കാര്യം. അതിൽ TGTയുടെ ക്വാളിഫിക്കേഷൻ ആണ് ഈ 6-7 ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കണമെങ്കിൽ 6-7-8 ശരിക്കും CBSEയിൽ TGT എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ. ആ രീതിയിലേക്കുള്ള അധ്യാപക യോഗ്യത വരും എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് പറയാണ്, സെക്കൻഡറി തലത്തിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ബഹുദൂരം മുന്നിലാണ് എൻറോൾമെന്റിന്റെ കാര്യത്തിൽ കേരളം. തർക്കമൊന്നുമില്ല, നമ്മുടെ സ്റ്റാൻഡേർഡൊക്കെ കുറച്ച് മുകളിലാണ്. 1-ാം ക്ലാസ്സിൽ ചേരുന്ന ഒട്ടുമിക്ക കുട്ടികളും 12 വരെ പഠിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും സാമൂഹ്യനീതിയും അവസര സമത്വവും അധിഷ്ഠിതമായ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നത് സ്റ്റേറ്റിന്റെ കടമയാണ്. ഇത്തരം ഒരു വിദ്യാഭ്യാസ പദ്ധതിയിൽ അധ്യാപകരുടെ യോഗ്യത പരമപ്രധാനമാണ്, ഒരു തർക്കവുമില്ല. NCTE 10-ാം ക്ലാസ് വരെയുള്ള അധ്യാപകർക്ക് ബിരുദ യോഗ്യതയോടൊപ്പം ബിരുദാനന്തര ബിരുദ യോഗ്യതയും നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ സവിശേഷ അക്കാദമിക ആവശ്യകത പരിഗണിച്ച് ഉയർന്ന യോഗ്യത പ്രൊഫഷണലായ അധ്യാപകർക്ക് വേണമെന്നതിനാൽ സെക്കൻഡറി ഘട്ടത്തിൽ 8 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ അധ്യാപക യോഗ്യതയായി ബിരുദാനന്തര ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയായി അതത് വിഷയങ്ങളിലുള്ള വിദ്യാഭ്യാസ ബിരുദവും നിർദ്ദേശിക്കുന്നു. ഒന്നുകൂടി നോക്കിക്കേ, NCTE 10-ാം ക്ലാസ് വരെയുള്ള അധ്യാപകർക്ക് ബിരുദ യോഗ്യതയോടൊപ്പം ബിരുദാനന്തര ബിരുദ യോഗ്യതയും നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ 8 തൊട്ട് 12 വരെയുള്ള രീതിയിലേക്ക് കേരളത്തിലേക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആ ബിരുദാനന്തര ബിരുദമാക്കി മാറ്റണം, പ്രൊഫഷണൽ യോഗ്യതയും അതിനൊപ്പം BEdും വേണം എന്നുള്ളതാണ് പറയുന്നത്. ഭാവിയിൽ നടക്കുന്ന എല്ലാ നിയമനങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിലാകണമെന്ന് ശുപാർശ ചെയ്ത് 2018 വന്നിട്ടുള്ള ശുപാർശകളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഇതുവരെ ആയിട്ടില്ലല്ലോ, ആയിട്ടില്ല. എന്നിട്ട് അവർ ബ്രാക്കറ്റ് കൊടുത്തിരിക്കണം, നോക്കിയോണേ. ബിരുദവും അധ്യാപക പരിശീലന യോഗ്യതയും ഉള്ളവർ 6 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ അധ്യാപകരാവാനുള്ള അവസരമുള്ളതിനാൽ 1 മുതൽ 5 വരെ ക്ലാസ്സുകൾക്ക് നൽകിയ യോഗ്യതയിലുള്ള ആനുകൂല്യം ഇവിടെ ബാധകമാകണമെന്ന് വിദഗ്ധ സമിതി കരുതുന്നില്ല. അപ്പോൾ വിദഗ്ധ സമിതി കരുതാത്ത ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമായിട്ട് ഇപ്പം നിൽക്കുന്നത്. അതായത് വിദഗ്ധ സമിതി കൃത്യമായിട്ട് പറയുന്നുണ്ട് 1 മുതൽ 5 വരെ ഉള്ള ക്ലാസ്സുകളിൽ ഡിഗ്രി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തണം. അത് പക്ഷെ ഇപ്പോൾ ഉള്ളവരോടുള്ള അനീതിയാണ്, അതുകൊണ്ട് 10 കൊല്ലം കൊണ്ട് വന്നാൽ മതി എന്ന്. പക്ഷേ ഈ HSA എക്സാം ഒക്കെ എഴുതി 8, 9, 10 ക്ലാസ്സുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകർക്ക്, ഡിഗ്രി മാത്രമുള്ള അധ്യാപകർ, ഇനി എഴുതാൻ പോകുന്നവരാണെങ്കിലും ഡിഗ്രി മാത്രമുള്ള അധ്യാപകരാണെങ്കിൽ അവർക്ക് ഇനി മുതൽ 6-7 ക്ലാസ്സുകൾക്ക് സെപ്പറേറ്റ് പരീക്ഷ അവർക്ക് മാത്രമായിട്ട് നടക്കുമല്ലോ. അതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നും ഉണ്ടാകില്ലല്ലോ എന്നുള്ളതാണ് ഖാദർ കമ്മീഷന്റെ സത്ത, അവർ പറഞ്ഞ സാധനം. പക്ഷേ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കമ്മീഷനോട് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു സംഭവം ഞങ്ങളുടെ സബ്ജക്റ്റിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. 2016 ഒരു HSA നോട്ടിഫിക്കേഷൻ വന്ന് അതിനുശേഷം HSA ഫിസിക്കൽ സയൻസ് 2024 വരെ വിളിച്ചിട്ടില്ല, 2024 വരെ വിളിച്ചിട്ടില്ല, ലിസ്റ്റ് തീർന്നിട്ടും വിളിച്ചിട്ടില്ല. ഈ 8 കൊല്ലത്തിനിടയ്ക്ക് പഠിച്ച ആൾക്കാർക്ക് ഈ പറയുന്ന നീതി വേണ്ടേ? അവരെന്താ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞവർക്കും ഈ അടുത്ത കാലത്ത് ഇങ്ങനെ കഴിഞ്ഞവർക്കും കോഴ്സ് പഠിക്കുന്നവർക്കും നിലവിലുള്ള തൊഴിൽ സാധ്യത പെട്ടെന്ന് ഇല്ലാതാവുന്നത് സാമൂഹ്യമായിട്ട് ശരിയല്ലെന്നേ. ആ ശരിയല്ലാത്ത കാര്യം ഇതിനകത്തും വരുന്നുണ്ടല്ലോ. HSA പോലെയുള്ള എക്സാമുകൾ നടക്കാതെ 8 കൊല്ലമായിട്ട് BEdും ഡിഗ്രി BEd ക്വാളിഫിക്കേഷൻസ് ഉള്ള കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരോട് ചെയ്യുന്ന സാമൂഹ്യ അനീതിയാണ്, അവരോടുള്ള നീതികേടാണ് എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. അത് ഇവിടെ പറയാതെ പോയിട്ടുണ്ട്. അങ്ങനെ പല സബ്ജക്റ്റുകൾക്കും ഇഷ്യൂസ് ഉണ്ട്. ഇത് തന്നെയാണ് ഇവിടുത്തെ ക്ലാഷ്, HSAനെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്. അപ്പോൾ ഇത് എന്ന് നടപ്പിലാക്കണമെന്നോ ഒന്നും ഇവർ പറഞ്ഞിട്ടുമില്ല. ഇനി
1 മുതൽ 7 വരെ ക്ലാസ്സുകൾ വരുന്ന പ്രൈമറി തലത്തിൽ NCTE നിർദ്ദേശിക്കുന്ന യോഗ്യതാ മാനദണ്ഡങ്ങളിൽ 50% മാർക്കോടുകൂടിയ 12ാം ക്ലാസ് പഠനവും 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ ബിരുദവും കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രൈമറി തലത്തിൽ അധ്യാപകർക്ക് മുഴുവൻ ബിരുദ യോഗ്യത നിർദ്ദേശിക്കുന്നതിനാൽ കേരളത്തിൽ പ്രൈമറി വിദ്യാഭ്യാസ ഘട്ടത്തിൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിനായുള്ള അടിസ്ഥാന യോഗ്യത ഏകീകരിക്കാൻ 2028 അക്കാദമിക വർഷത്തോടെ കഴിയേണ്ടതുണ്ട്. ഈ കോഴ്സിലേക്ക് കേരളത്തിൽ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളെ പരിവർത്തിപ്പിക്കാൻ കഴിയണം. അപ്പം ഈ പറയുന്ന രീതിയിൽ DED BED ഒക്കെ സ്ട്രക്ചർ മാറ്റി ഈ പറയുന്ന ചേഞ്ചിനനുസരിച്ചിട്ടുള്ള മാറ്റം ട്രെയിനിങ് കോളേജുകളിൽ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് 4 വർഷ ഉദ്ഗ്രഥിത ഡിഗ്രി ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സാണ് നിർദ്ദേശിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ BSc BEd പോലുള്ള അതാണ് NCTE അല്ലാതെ തന്നെ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഐറ്റപ്പിലൂടെ കൊണ്ടുവരാൻ പോകുന്ന മാറ്റവും അത് തന്നെയാണ്. അതാണ് അവരവിടെ ഉദ്ദേശിക്കുന്ന സംഭവമൊക്കെ. ഇനി കേരളത്തിൽ പരീക്ഷാ ഭവൻ ഉൾപ്പെടെ അധ്യാപക പരിശീലനത്തിനായുള്ള വിവിധ കോഴ്സുകൾ പരീക്ഷ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാളം വിദ്വാൻ അല്ലെങ്കിൽ ഹിന്ദി വിദ്വാൻ പോലുള്ള പരീക്ഷകളൊക്കെ ഉണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും ഉന്നത പഠനത്തിനുള്ള ധാരാളം അവസരം ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഭാഷാ വിഷയങ്ങളടക്കമുള്ള പരീക്ഷ നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തുടരണ്ട. അത്തരം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അധ്യാപക യോഗ്യതാ സർട്ടിഫിക്കറ്റുകളായി ഭാവിയിൽ പരിഗണിക്കേണ്ടതില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാനായിട്ട് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത് ഞാൻ 100% യോജിക്കുന്ന ഒരു കാര്യമാണ്. 6 മാസത്തെയോ 1 വർഷത്തെയോ കോഴ്സ് എവിടെന്നെങ്കിലും ഉടായ്പിൽ പഠിച്ചിട്ട് വന്നാൽ സ്കൂളിൽ അധ്യാപകരായിട്ട് കയറാം. പണ്ട് കാലത്ത് കയറ്റത്ത് പോലും ഇല്ലാതെ ഹിന്ദി വിദ്വാൻ മലയാളം വിദ്വാൻ അധ്യാപകനായിട്ട് കയറി ഒരു ക്വാളിറ്റി ഇല്ലാത്ത എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ പല സ്കൂളുകളിലുണ്ടാവും. അപ്പോൾ അത് അപകടകരമായിട്ടുള്ള ട്രെൻഡാണ്. ഡിഗ്രി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനത്തെ നമുക്ക് നല്ല കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഒട്ടുമിക്ക സജഷൻസ് നല്ലതാണ് മാറ്റത്തിന് വേണ്ടിയിട്ട്. പക്ഷേ പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ പരിഗണിക്കാതെ പോയി എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇനി സെക്കൻഡറി ഘട്ടത്തിലും പ്രൊഫഷണലായ അധ്യാപകർ അനിവാര്യമാണ്. അധ്യാപക യോഗ്യത സംബന്ധിച്ചും പ്രസ്തുത യോഗ്യത കരസ്ഥമാക്കുന്നത് സംബന്ധിച്ചും വ്യക്തമായ മാറ്റങ്ങൾ ആവശ്യമാണ്. സെക്കൻഡറി തലത്തിൽ 5-6 വർഷം ഉദ്ഗതിത ബിരുദ കോഴ്സുകളാണ് നിർദ്ദേശിക്കുന്നത്. ഇത്തരം കോഴ്സുകളിൽ അധ്യാപക പരിശീലനം അംശങ്ങൾ എന്തെല്ലാമാണെന്ന് NCTE വികസിപ്പിച്ച് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കൈമാറേണ്ടതാണ്. സെക്കൻഡറി ഘട്ടത്തിൽ PG BEd എന്ന് പറയുന്ന രീതിയിൽ 5-6 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത സാധനം നോക്കിയോ, അധ്യാപക യോഗ്യതയ്ക്ക് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വേതന ഘടനയിലും മാറ്റം വരേണ്ടി വരും. നിലവിൽ ഏത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണോ നിയമനം ലഭിച്ചത് പ്രസ്തുത തസ്തികയിൽ നിയമന സമയത്ത് ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് തുടരാവുന്നതാണ്. നിയമപരമായ എന്ത് മാറ്റം വന്നാലും ഇപ്പോൾ നിയമിതരായവർക്ക് തുടർന്നും എല്ലാവിധ തൊഴിൽ സംരക്ഷണവും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ലിസ്റ്റ് കയറി നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്ന ലിസ്റ്റുകളുടെയൊക്കെ ആ വാലിഡിറ്റി ഒന്നും ഇത് ചോദ്യം ചെയ്യുന്നില്ല. അവർ തന്നെ അത് പറയുന്നുണ്ട്. പക്ഷേ ആ ലിസ്റ്റ് വൈകുന്ന അല്ലെങ്കിൽ ആ എക്സാം വൈകുന്ന വിഷയങ്ങളിലുള്ള പ്രശ്നത്തെക്കുറിച്ചും നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മീഷൻ പറയുന്ന ഒരുപാട് നല്ല കാര്യങ്ങളാണ്. അതിൽ പല കാര്യങ്ങളും പ്രാവർത്തികമാക്കണം 30ഓടുകൂടി എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് കോഴ്സുകളൊക്കെ ഗ്രാജുവലി നിർത്തി വരണമായിരുന്നു. അപ്പോൾ അത് നിർത്താതെ ഒറ്റയടിക്കൊണ്ട് ഇത് നടപ്പിലാക്കാനൊന്നും സർക്കാരിന് പറ്റില്ല. സർക്കാർ തന്നെ അത് അധ്യാപക സംഘടന അല്ലാതെ തന്നെ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ ജോലി ചെയ്യുന്ന അധ്യാപകർ തന്നെ അതിൽ എതിർപ്പായിട്ടൊക്കെ വരുന്നുണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അല്ലാതെ തന്നെ ഇപ്പം പഠിച്ചിറങ്ങിയ കുട്ടികളോടുള്ള അനീതിയാണ്. അങ്ങനെ അനീതി കാണിക്കരുതെന്ന് ഈ കമ്മീഷൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി രസം എന്താ, കേറ്ററ്റ് സീറ്ററ്റ് സെറ്റ് ഇതൊക്കെ ആരാ കമ്മീഷനും അറിയുകയില്ല. കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്റഗറി 1, 2, 3, 4 4 കാറ്റഗറികളായിട്ട് നടത്തുന്നു. സീറ്ററ്റ് 1ഉം 2ഉം ഉണ്ട്, സെറ്റും ഉണ്ട്. ഇതൊക്കെ എന്തിനാ? ഈ 3 ഇനി ആവശ്യമുണ്ടോ? കേറ്ററ്റ് 3യോ സെറ്റാണോ വേണ്ടത്? ഇതൊക്കെ ആരാണ് എഴുതേണ്ടത്? ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്താണ് ചേഞ്ച് എന്നും പറയുന്നില്ല. അതിനെക്കുറിച്ച് ഇതുവരെ യാതൊരു ക്ലാരിറ്റിയും വന്നിട്ടില്ല. അപ്പോൾ സ്പെഷ്യൽ റൂൾ നടപ്പിലാക്കുന്നത് വരെ നിലവിലുള്ള രീതി തുടരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സ്പെഷ്യൽ റൂൾ എപ്പോൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത് UPയുടെ കാര്യത്തിൽ ഇപ്പോൾ ഡിഗ്രി ആണ് മിനിമം ക്വാളിഫിക്കേഷൻ UPക്ക് വേണ്ടതെന്നുള്ള റൂൾ വന്നിട്ടും ഈ കഴിഞ്ഞ UPSC എക്സാമിൽ DELDകാർക്ക് എഴുതാൻ പറ്റുമായിരുന്നു, +2 DELDകാർക്ക്. അപ്പോൾ അത് നടത്തി അവർക്ക് ജോലി പ്രവേശിക്കുന്നതിന് തടസ്സം വരില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇനി മാറ്റങ്ങൾ വരുന്നത് എന്നാണ് എന്നുള്ള ചോദിക്കുമ്പോൾ UP ലെവൽ വരെയുള്ള ആ സംഭവം ഡിഗ്രി എന്നുള്ള കൺഫർമേഷൻ വരുന്നത് 2030 ജൂൺ 1 ലേറ്റസ്റ്റ് റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. പക്ഷേ HSAയുടെ കേസിൽ ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്നുള്ള തസ്തികയിൽ ഇത് എന്ന് നടപ്പിലാക്കി തീരുമെന്നോ ഈ വിഷയത്തിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ എത്രത്തോളം സ്കൂളുകളിൽ ഉണ്ട് എന്നോ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രശ്നം. അതാണ് ഇപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നം. ഒരു കാര്യം ഞാൻ പറയാം, HSA വിളിച്ചാലും ഇനി ഒരു HSAയും കൂടി നമുക്ക് മുമ്പിൽ ഉണ്ടാവുള്ളൂ. ഹൈസ്കൂൾ അസിസ്റ്റന്റ് അത് ഫിസിക്കൽ സയൻസിനെയൊക്കെ സംബന്ധിച്ച് ഒരിക്കലും വിളിക്കാതിരിക്കാൻ പറ്റില്ല. അതിനെതിരായിട്ടുള്ള ഈ നിയമ നടപടികളിലേക്ക് പോകും, കോടതിയിലേക്കൊക്കെ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുമ്പോഴത്തേക്കും ഫിസിക്കൽ സയൻസിൻ്റെ കാര്യത്തിൽ 8 വർഷമായിട്ട് വിളിക്കാത്തതുകൊണ്ട് ഉറപ്പായിട്ട് വിളിച്ചേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടത് അത് നീതി നിഷേധമാണ്. ബാക്കി സബ്ജക്റ്റുകൾക്കും ഒരു തവണ കൂടി സ്വാഭാവികമായിട്ട് നടക്കാനുള്ള ചാൻസുകളാണ് ഉള്ളത്. പക്ഷേ ഇത് ഡേറ്റ് പറയാത്തതുകൊണ്ടാണ്, എങ്ങനെ ഇത് നടപ്പിലാക്കുമെന്നുള്ള റൂൾസിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നം. ഗ്രാജുവലി 2030 എന്തായാലും ചേഞ്ചസ് ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ പേഴ്സണലി എനിക്ക് +2 DELDും അതുപോലെ ഡിഗ്രി BEDും ഉള്ള ആൾക്കാരോട് പറയാനുള്ളത്,
+2 BEd ഉള്ളവർ +2 DEd ഉള്ളവർ ഒരു ഡിഗ്രി കൂടി എടുത്തു വയ്ക്കുന്നത് നന്നായിരിക്കും ഒരു 4 വർഷത്തിനിടയ്ക്ക്. അതേപോലെ തന്നെ ഡിഗ്രി BEd ഉള്ള ആൾക്കാർ ആ സബ്ജക്റ്റിൽ PG കൂടി എടുക്കാൻ പോകുന്നത് നന്നായിരിക്കും. മുമ്പോട്ട് നിങ്ങളുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് അത് ഉറപ്പായിട്ടും ആവശ്യമായിട്ട് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി വരുന്ന അവസരങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ആനുകൂല്യം കിട്ടിയേക്കാം. അങ്ങനെ ആണ് ആളുകളുടെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ വരാനാണ് സാധ്യത എന്നുള്ളത് നമുക്ക് ഉറപ്പും പറയാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടല്ലോ. നമ്മളല്ല തീരുമാനിക്കും, സർക്കാർ എങ്ങനെ നടപ്പിലാക്കുന്നു ഇതുവരെ പറയാത്തതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ നടക്കൂ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എന്നോട് HSC ഫിസിക്കൽ സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കാറുണ്ട്, അവരെ ട്രെയിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങളിത് പഠിക്കണോ, ഡിഗ്രി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം പുസ്തകം എടുക്കുമ്പോൾ തന്നെ സങ്കടമാണ്, 2 വർഷമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഡെസ്പാവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. നിങ്ങൾ അങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വന്നാലും വരത്തില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഫിസിക്കൽ സയൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ബാക്കി സബ്ജക്റ്റുകളിലും ഒരു അവസരം കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ PGT പോലെയാണ് ഇനി +2 വരെയുള്ള നിയമനങ്ങൾക്ക് PGT നവോദയം KV ഒക്കെ നടത്തുന്ന പോലെ PGT പരീക്ഷ നടക്കും. നിലവിൽ ഇംഗ്ലീഷ്, ഹിന്ദി, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് സയൻസ്, ന്യൂക്ലിയർ ഫിസിക്സ് ഒക്കെ PGT ഫിസിക്സിനും, ഹിന്ദിക്കും ഇംഗ്ലീഷ് സബ്ജക്റ്റ്, കെമിസ്ട്രിക്ക് കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നു. എക്കണോമിക്സ്, കൊമേഴ്സ്, അതേപോലെ മാത്സ്, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള PGT സബ്ജക്റ്റുകൾ നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് നടക്കുന്ന രീതിയിൽ നമ്മളുടെ കേരളത്തിലേക്കും ഈ രീതിയിൽ 2030 കൂടിയൊക്കെ എന്തായാലും രീതി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന HSA പോലെയുള്ള എക്സാം, HSA എന്ന് പറയുന്ന എക്സാം HSSTക്ക് പകരമാണ് ഈ PGT എന്ന് പറയുന്ന ഒരു സാധനം വരാൻ പോകുന്നത് കേട്ടോ. HSSTക്ക് പകരം PGT വരും. HSA അല്ലെങ്കിൽ HST എന്ന് പറയുന്ന ആ തസ്തികയ്ക്ക് പകരമായിട്ട് TGT എന്ന് പറയുന്ന ഈ എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. LPക്ക് പകരമായിട്ട് അവിടെ PRT, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എന്ന് പറയുന്ന മോഡലിലുള്ള എക്സാം ആയിരിക്കും ഒരുപക്ഷെ വരുന്നത്. ഇതായിരിക്കാം, എൻ്റെ പേരൊക്കെ വേറെ വരാം. ഞാൻ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതി ഇതായതുകൊണ്ട് ആ രീതിയിലുള്ള എക്സാം ആയിരിക്കും വരുന്നത്. TGT നോക്കിക്കേ, ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, തേർഡ് ലാംഗ്വേജ്, ഇത്തരം കാര്യങ്ങളാണ് TGTയിൽ പ്രധാനമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് ഡൗട്ട് വെച്ചിട്ട് സാധനമാണ് കൊമേഴ്സിൽ BEd എടുത്ത ആൾക്കാർ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ BEd എടുത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് കേട്ടോ, PGTയുടെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അത് ഇതിനകത്ത് വരാത്താണ്. PGTയുടെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അതിനകത്ത് ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതേപോലെ കൊമേഴ്സിൻ്റെ PGT ഉണ്ട്, അത് നിങ്ങളുടെ സബ്ജക്റ്റ് ഹയർ സെക്കൻഡറി ലെവലിൽ പഠിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല. ഈ 6-7 ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഈ ഇത്തരം സബ്ജക്റ്റുകളെ കുറിച്ച് അവിടെ പറയുന്നത്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ് ഒക്കെ, അത് ഏത് ക്വാളിഫിക്കേഷൻ ആണ് എന്ന് ചോദിച്ചാൽ നിലവിൽ അതേക്കുറിച്ച് വ്യക്തതയില്ല. ഇപ്പോൾ സയൻസ് നോക്കിയാൽ ബോട്ടണി, സുവോളജി ആൻഡ് കെമിസ്ട്രി 3 ഇയർ ഡിഗ്രിയാണ് അവിടെ പറയുന്നത്. അതിനകത്ത് കമ്പ്യൂട്ടറുകാർക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ വേറെ സയൻസ് സ്ട്രീംസ് പഠിപ്പിച്ചവർക്ക് പഠിക്കാൻ പറ്റുമെന്നോ പറയുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ കൊമേഴ്സുകാർക്ക് സോഷ്യൽ സ്റ്റഡീസ് പറ്റുമെന്ന് അവിടെ പറയുന്നില്ല. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത് ഒക്കെയാണ് അവിടെ പറയുന്നത്, അല്ലാതെ കൊമേഴ്സ് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഭാവിയിൽ ഇങ്ങനെയുള്ളവർക്ക് അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ ചർച്ച വന്ന് അവർക്കത് അനുകൂലമായിട്ട് ഇപ്പോൾ സോഷ്യൽ സയൻസ് കൊമേഴ്സുകാർക്ക് ഹൈസ്കൂളിൽ പഠിപ്പിക്കാം എന്നൊക്കെ ഇടയ്ക്ക് റൂൾ ഉണ്ടായിരുന്നു, അതേപോലെ വല്ലതും വന്നാലായി. അതേപോലെ IT പോലുള്ള സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൂടുന്ന കാലഘട്ടത്തിൽ താഴേക്ക് ഇറങ്ങി കമ്പ്യൂട്ടർ സയൻസുകാർക്ക് പഠിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്കും വേണമെങ്കിൽ വരാം. പുതിയ സബ്ജക്റ്റുകൾ ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാം, ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അവരുടെ സബ്ജക്റ്റ് അവരുടെ BEd വെച്ചിട്ട് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് മാറാം. കാരണം ITEP വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പിന്നീട് ഞാനൊരു വീഡിയോയിൽ വിശദമായിട്ടത് പറയാം. BSc BEd, BA BEd, BCom BEd എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൽ BSc കമ്പ്യൂട്ടർ സയൻസ് BEd വരുമായിരിക്കാം, നമുക്കറിയില്ല. ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടില്ല. കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും PGT പോലുള്ള ഒരു സാധനം 8 തൊട്ട് 12 വരെ കൊമേഴ്സുകാർക്കും സോഷ്യൽ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസുകാർക്കും ഒക്കെ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. TGTയിൽ നിലവിൽ അങ്ങനെ സബ്ജക്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് അത് സബ്ജക്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിലോ സയൻസിലോ അവർക്ക് അവസരം തരുകയോ ചെയ്യുന്ന രീതിയിലും ചിലപ്പം നിയമ ഭേദഗതികൾ വന്നേക്കാം എന്നുള്ളതാണ് നമുക്ക് അവിടെ മുൻകൂട്ടി കാണാനായിട്ട്, അപ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തെ കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ കുറേ കാര്യങ്ങൾ ക്ലിയർ അല്ലാതെ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് അതൊക്കെ നിയമക്കുരുക്കുകളിലേക്ക് പോകാനും ഇത് പതുക്കെ പ്രാബല്യത്തിൽ വരാനുമേ സാധ്യതയുള്ളൂ. 2028 നടപ്പിലാക്കണം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. 2030 ഈ പിന്നീട് വന്ന റിപ്പോർട്ട് പ്രകാരം പറയുന്നുണ്ട്. കാദർ കമ്മിറ്റി റിപ്പോർട്ട് ഈ വർഷം നടപ്പിലാക്കും എന്നുള്ള പത്രക്കട്ടിങ്ങുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളെ യോജിപ്പിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഈ ഹയർ സെക്കൻഡറി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാറ്റം ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ എന്നുള്ള തസ്തികയൊക്കെ മാറ്റി വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള പേരിലേക്കൊക്കെ അതിനെ മാറ്റുന്ന രീതിയിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. ഓൾറെഡി ആ ചേഞ്ചസ് എല്ലാം ഇതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് ഈ കംപ്ലീറ്റ് സാധനത്തെ മാറ്റൽ ഇമ്പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് ആര് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അത് സിസ്റ്റത്തിൽ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവും. അനീതി നടക്കുന്ന പല സബ്ജക്റ്റുകളും അതിനകത്ത് വരും. പ്രത്യേകിച്ച് HSC ഫിസിക്കൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ അനീതിയാണ്, അത് തർക്കമില്ലാത്ത അറിയാം, അത് കോടതി കയറും. അപ്പോൾ അതിനകത്ത് അനുകൂല വിധി ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം നമ്മൾ എന്തിനാ പഠിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കുട്ടികളൊക്കെ
അപ്പോൾ അതുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ PG ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നല്ലതാണ്. കാരണം സബ്ജക്ട് നോളജ് ഉള്ളവർ പഠിപ്പിക്കണം, വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയരണം, കൺസേൺ സബ്ജക്റ്റിൽ തന്നെ പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ പഠിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ ചേഞ്ചസ് വരട്ടെ, അതിനൊക്കെ സ്വാഗതാർഹമാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളവർക്ക് ഇങ്ങനെ പഠിക്കാനായിട്ട് വിട്ടിട്ട് 10 കൊല്ലത്തോളം ഒന്ന് ആലോചിച്ച് നോക്കണേ. 3 വർഷം ഡിഗ്രി, 2 വർഷം PG, ഇനി BEd 2 വർഷമാണെങ്കിൽ 2 വർഷം, MEd പോകുന്നുണ്ട് 2 വർഷം, എത്രയായി? 3 2 5 2 7 2 9. പിന്നെ ഒരു കൊല്ലം എല്ലാ എക്സാം എഴുതാനായിട്ട് എടുത്തു. CTET KTET സെറ്റിനെല്ലാം ഗ്യാപ്പൊക്കെ ഇട്ട് ഇതെല്ലാം തീർത്ത് വരുമ്പോൾ 10 കൊല്ലം പഠിച്ചിട്ടിറങ്ങി വന്ന മനുഷ്യരോടാണ് ഈ പറയുന്ന ചേഞ്ച് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അപ്പോൾ അത് പ്രായോഗികമാണോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ചേഞ്ചസ് ഉണ്ടാവും, പക്ഷേ അത് ഗ്രാജുവലി ഉണ്ടാവുള്ളൂ. പേടിക്കുന്ന പോലെ ഒന്നുമില്ല. എല്ലാവരും ഇങ്ങനെ പത്രക്കട്ടിങ് കാണിച്ചും ചില തമ്മിലൊക്കെ ഇട്ടിട്ടും പേടിപ്പിക്കുന്ന പോലെ ഒന്നുമല്ല. ഇത് ചേഞ്ച് വരും, ബട്ട് നമ്മളതിന് പ്രിപ്പയർ ആയിരിക്കണം. അത് എപ്പോൾ വരും നമുക്ക് ആർക്കും ഇപ്പോൾ അറിയില്ല. സോ ചർച്ച ചെയ്ത സമൂഹം നമുക്കും ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ഇടപെടാം, അല്ലാതെ ഭയപ്പെട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. വരുന്ന മാറ്റം എന്തായാലും ആ മാറ്റത്തിനൊപ്പം നമ്മൾ മാറുക, നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, ഏറ്റവും മികച്ച അധ്യാപകരായിട്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമം നടത്തുക. സോ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ കിട്ടുന്നതിന് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഐറ്റപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ BSc BEd അല്ലെങ്കിൽ BEdൻ്റെയും DLEdൻ്റെയും രീതി മാറുന്നത് എങ്ങനെയാണ്, BEd DLEd ഇല്ലാണ്ടാവും, അതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. നന്ദി.